ഹായ് എവരി വൺ, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ടൊക്കെ തന്നെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്താണെന്ന്. അപ്പോൾ നല്ല കുടംപുളിയൊക്കെ ഇട്ട് വെച്ച നല്ല അടിപൊളി ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പറഞ്ഞ് ബോറൊന്നും അടിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ ഈ ഒരു മീൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇനി നമുക്ക് മീൻ കറി തയ്യാറാക്കി തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു മൺചട്ടി ഒന്ന് നമ്മുടെ അടുപ്പിലേക്ക് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചട്ടിയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനെപ്പോഴും മീൻ കറി ആയാലും നമ്മുടെ തീയൽ കറി ആയാലും എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത് നമ്മുടെ മൺചട്ടിയിലാണ് കേട്ടോ. അപ്പോൾ മൺചട്ടിയിലൊക്കെ കറികൾ വെച്ചിട്ട് അത് പിറ്റേ ദിവസം കൂട്ടാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പം ചിലർ നമ്മുടെ സാധാ ഉരുളിയിലൊക്കെ വെക്കണതായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ എടുത്ത് പറഞ്ഞത്. അപ്പം മൺചട്ടിയിൽ നമ്മൾ കറി വെക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ എണ്ണ ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിലേക്ക് ഉലുവ ഇട്ടിട്ടുണ്ടായിരുന്നു. ഉലുവ പൊട്ടി വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു 5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തതും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണെങ്കിൽ അതായാലും ചേർത്താൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മളൊരു 12 നമ്മുടെ കൊച്ചുള്ളി ഒന്ന് വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തൊന്ന് നമ്മൾ വഴറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ആ ഒരു റോസ് സ്മെല്ലൊന്ന് മാറി വരണം. അതൊന്ന് മാറി ഇതൊന്ന് വഴണ്ട് വരുന്നിടം വരെ നമുക്കിതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഏകദേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഞാൻ ഇതിലേക്ക് നമ്മുടെ പച്ചമുളകും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പച്ചമുളകും കൂടി ഇട്ടതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ ഇനി ആ ഒരു റോസ് സ്മെല്ലൊന്ന് മാറി വരണം. അതുവരെ നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം നമ്മളിനി ഇതിലേക്ക് ചേർക്കുന്നത് മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നല്ല അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത്. കാശ്മീരി മുളക് പൊടി നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ, കളറിന് വേണ്ടിയിട്ട്. എണ്ണയിലിട്ട് ഈ പൊടികൾ നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു കറി വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂണോളം നമ്മളുടെ മുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഓയിൽ ആവശ്യമായിട്ടുള്ളത് കൊണ്ട് ഞാനിത് കുറച്ചും കൂടെ കോക്കനട്ട് ഓയിൽ നമ്മളൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു പൊടികളുടെയൊക്കെ ഒരു പച്ചപ്പ് മാറി വരുന്നിടം വരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ നമ്മൾ കാശ്മീരി മുളക് പൊടി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നതേ ഇല്ല. എണ്ണയിലിട്ട് നല്ല രീതിയിൽ പൊടികളെ മൂപ്പിച്ചെടുത്തിട്ടാണ് കേട്ടോ ഞാൻ കറികളെല്ലാം വെക്കാറുള്ളത്. ഇതിലേക്ക് നമ്മളൊരു 2 മീഡിയം ടൈപ്പ് തക്കാളി വെള്ളം ചേർക്കാതെ നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ചേർക്കുന്നത്. ഇനിയിപ്പോൾ തക്കാളി ഇങ്ങനെ പേസ്റ്റാക്കി ഇടാൻ ഇഷ്ടമില്ലാത്തവർക്ക് അരിഞ്ഞായാലും ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു തക്കാളിയും പൊടികളും നന്നായിട്ട് തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളിയുടെ ഒരു പച്ച സ്മെല്ലുണ്ടല്ലോ, ആ ഒരു പച്ചപ്പ് മാറി വരുന്നിടം വരെ നമ്മൾ നന്നായിട്ട് തന്നെ ഇതൊന്ന് വഴറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കുടംപുളി ഇട്ട് വെച്ച വെള്ളവും കുടംപുളിയും കൂടാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 2 കുടംപുളി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കീറിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ വെള്ളത്തോടു കൂടി തന്നെയാണ് കേട്ടോ നമ്മളിത് മീൻ കറിയിലെ ആ ഒരു ഗ്രേവിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പുളിയും കൂടെ ഇടുന്നത്. നമ്മൾ പുളി സോക്ക് ചെയ്തിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, അതോട് കൂടിയിട്ട് തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് മീൻ കറിക്കൊരു കുറച്ച് ഗ്രേവി നമുക്ക് കിട്ടണമല്ലോ. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പിലയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഈ ഒരു സമയം നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും അരപ്പ് അടുപ്പിലേക്ക് മാറ്റുന്ന ടൈം തന്നെ നമ്മുടെ ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പം ഈ ഒരു അരപ്പ് തിളച്ച് വരുമ്പം നമുക്ക് ഉപ്പെല്ലാം ഈക്വലായി കിട്ടുകയും മെയിൻ കഷ്ണത്തിലെല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഉപ്പ് പിടിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇനി അടച്ചു വെച്ച് ഒന്ന് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പം ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളുടെ അരപ്പൊക്കെ ഇവിടെ നന്നായിട്ട് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാനിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 250 ഗ്രാമോളം നമ്മൾ മീൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ചൂരയാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. അത് നമുക്കിനി കഷ്ണങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ഗ്രേവിയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞാൻ മീൻ കഷ്ണങ്ങളെല്ലാം തന്നെ നമ്മളുടെ ഈ ഒരു അരപ്പിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇനി ഇത് നമ്മൾ ചെറുതായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. മിക്സാക്കി കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കിയതിന് ശേഷമാണ് കേട്ടോ ഇനി നമ്മളിത് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പം ഉപ്പെല്ലാം പാകമായിരുന്നു. ഇതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അടുപ്പ് ഹാഫ് വെച്ച് അടച്ചൊന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് അടപ്പ് അടച്ചിട്ടില്ല. നമ്മൾ ഹാഫായിട്ട് മാത്രമാണ് അടച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ അടപ്പൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കിന് നമ്മുടെ എണ്ണയൊക്കെ അത്യാവശ്യം ഒന്ന് തെളിഞ്ഞ് നമ്മുടെ മീൻ കറിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഗ്രേവി പറ്റാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മീനൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു തിള വരുന്നിടം വരെയും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാമെന്നൊക്കെ കരുതി. അപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലേക്ക് നമ്മുടെ തീയെ മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് തൂക്കി കൊടുത്തു. പിന്നെ കുറച്ച് ഉലുവയും കൂടെ നമ്മളൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിന് പകരം നമുക്ക് ഉലുവ പൊടി വേണമെങ്കിലും ചേർത്താൽ മതി. അതിനുശേഷം എല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മളിനി ഇതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട് പോവാണ് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് നല്ല ചാറോട് കൂടിയിട്ടുള്ള മീൻ കറിയാണ് വേണ്ടതെങ്കിൽ ഈ ഒരു പരുവമൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പക്ഷെ നമുക്കിവിടെ നല്ല രീതിയിലൊന്ന് പറ്റിച്ചെടുക്കുന്ന കറിയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഞാൻ കുറച്ചും കൂടിയൊക്കെ കറിവേപ്പില തൂക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം കറിവേപ്പില നമ്മുടെ ഈ മീൻ കറികളിലൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആ ഒരു മണവും ഒക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ നമ്മളുടെ മീൻ കറി ഒന്നും കൂടി ഒന്ന് കുറുകി ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. മീൻ കഷ്ണങ്ങളൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളുടെ കുടംപുളി ഇട്ട നമ്മുടെ ചൂരക്കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മീൻ കറികളൊക്കെ ഇങ്ങനെയൊക്കെയുള്ള മീൻ കറികളൊക്കെ നമ്മൾ തലേന്ന് വെച്ചിട്ട് അത് പിറ്റേന്ന് കൂട്ടാനാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ് കൂടുതലായിട്ട് വരുന്നത്. അങ്ങനെ ഞാൻ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ സ്വാദിഷ്ടമായിട്ടുള്ള നല്ല നാടൻ സ്റ്റൈലിലുള്ള നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ മീൻ കറി തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവർ, ഇതിനിപ്പോൾ കേരച്ചൂര തന്നെ അല്ലെങ്കിൽ ചൂര തന്നെ വേണമെന്നൊന്നും ഇല്ല കേട്ടോ. അയല ആയാലും നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ മീൻ കറി തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ട് എങ്കിൽ ചാനലിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ടൂടെ ചെയ്യാം കേട്ടോ. അപ്പം നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും സൈനിങ് ഓഫ് റിൻസി. ടാറ്റാ ബൈ ബൈ.